അപ്പം എല്ലാവർക്കും മൂഡ് സ്വിങ്സ്, എല്ലാവർക്കും ഡിപ്രഷനാണ്. എനിക്ക് മൂഡ് സ്വിങ്സ് ആണ്, എനിക്ക് ഡിപ്രഷനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പം എല്ലാവരും വരുന്നത്. അതായത് മിസ്യൂസ് ചെയ്യാം. ഇപ്പം വെച്ചാൽ ഞാൻ പറയുന്നത് മനസ്സിലാക്കാനുള്ള ബോധം വേണം ഫസ്റ്റ്. എന്തിനും ഏതിനും മൂഡ് സ്വിങ്സ്. ഇപ്പോൾ വലിയൊരു വിവാദമായിക്കൊണ്ടിരിക്കുകയാണല്ലേ അഭിഷാദ് ഗുരുവായൂർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തി. ഒരുപാട് ആളുകൾ ഇത് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. കുട്ടികളെ വലിച്ചെറിഞ്ഞിട്ടും അപ്പോത്തിന് വരും ആ ഡിപ്രഷനാണ്. ചിലർക്ക് മാത്രം അതിപ്പം പൊതുവൽക്കരിച്ചു എന്ന് മാത്രം. അതിനോട് എനിക്ക് യാതൊരു യോജിപ്പില്ല. ഉണ്ടാവാം, മൂഡ് സ്വിങ്സും ഡിപ്രഷനും ഉണ്ടാവാം. അത് ചിലരിൽ മാത്രമുള്ളതാണ് ഈ സംഗതികൾ പറയുന്നത്. സ്ത്രീകൾക്ക് എന്തിനും ഏതിനും മൂഡ് സ്വിങ്സ്. ഇപ്പോൾ വലിയൊരു വിവാദമായിക്കൊണ്ടിരിക്കുകയാണല്ലേ അഭിഷാദ് ഗുരുവായൂർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തി പറഞ്ഞ ഈ ഒരു പ്രസ്താവന. അദ്ദേഹത്തെ അറിയുന്ന ആളുകൾക്ക് മനസ്സിലാവും. അദ്ദേഹം ഒരു തമാശ രൂപേണ പറഞ്ഞൊരു വേർഡ്സ് ആണിത് എന്നുള്ളത് അദ്ദേഹത്തെ അറിയുന്ന ഒരാൾക്ക് മനസ്സിലാവും. അതിപ്പോൾ വലിയൊരു വിവാദമായിട്ടുകൊണ്ടിരിക്കുകയാണ്. തലച്ചോറ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിനെ കുറിച്ചിട്ട്, അതായത് മൂഡ് സ്വിങ്സിനെ കുറിച്ചിട്ട്. ഇനി വേറൊരാളുടെ പ്രസ്താവന കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് അതൊരു ലേഡിയുടെയാണ്. ഡിപ്രഷൻ ഉണ്ടെന്ന് പറയുന്നവർക്ക് പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ലെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രസ്താവനയാണ് വേറൊരു വിവാദമായിട്ട് മാറിയിട്ടുള്ളത്. കൃഷ്ണപ്രഭ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഡിയുടെ പരാമർശം. അപ്പോൾ ഇതിനെക്കുറിച്ച് രണ്ടിനെക്കുറിച്ചും പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് ഡിപ്രഷൻ ആൻഡ് മൂഡ് സ്വിങ്സ്, ഈ രണ്ടിനെ കുറിച്ചും പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഈ മെഡിക്കൽ ഫീൽഡിലുള്ള ആളോ ഒന്നുമല്ല, ഞാനൊരു ലേഡിയാണ്. അതുകൊണ്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അതായത് ഈ ഡിപ്രഷന് അതേപോലെ മൂഡ് സ്വിങ്സ് ഉണ്ടാവാം. അത് ചിലരിൽ മാത്രം കാണപ്പെടുന്ന ഒരു സംഭവമാണ് ഈ ഡിപ്രഷനും ഈ മൂഡ് സ്വിങ്സും. അതിപ്പോൾ മിസ്യൂസ് ചെയ്ത് എല്ലാവർക്കും ഡിപ്രഷനാണ്, എല്ലാവർക്കും മൂഡ് സ്വിങ്സാണ്. എല്ലാ ലേഡീസിനും മൂഡ് സ്വിങ്സും, എല്ലാ ലേഡീസിനും ഡിപ്രഷനാണ്. അതിപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് കേട്ട് വന്നൊരു സംഗതിയാണ്. ഇതിനു മുമ്പ് ഇവിടെ സ്ത്രീകളൊക്കെ ജനിച്ചിട്ടുണ്ട്, അവർക്കൊക്കെ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും വലിയ സംഭവമായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം അത് ഭയങ്കര സംഭവമാണ്. അപ്പം എല്ലാവർക്കും മൂഡ് സ്വിങ്സ്, എല്ലാവർക്കും ഡിപ്രഷനാണ്. അതിനോട് എനിക്ക് യാതൊരു യോജിപ്പില്ല. ഉണ്ടാവാം, മൂഡ് സ്വിങ്സും ഡിപ്രഷനും ഉണ്ടാവാം. അത് ചിലരിൽ മാത്രമുള്ളതാണ് ഈ സംഗതികൾ പറയുന്നത്. പക്ഷെ ഇതിപ്പോൾ എല്ലാവരും കൂടെ ഏറ്റെടുത്ത് എനിക്ക് മൂഡ് സ്വിങ്സ് ആണ്, എനിക്ക് ഡിപ്രഷനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പം എല്ലാവരും വരുന്നത്. അതായത് മിസ്യൂസ് ചെയ്യാം. സ്ത്രീകൾ കൂടുതലും എല്ലാ കാര്യങ്ങളും മിസ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മിക്ക കാര്യങ്ങളും സ്ത്രീകൾ ഇപ്പോൾ മിസ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. അതിപ്പോൾ പ്രത്യേകിച്ച് പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഇപ്പം സ്വന്തം സമ്മതത്തോട് കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇപ്പോഴത്തെ സ്ത്രീകൾക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം പണ്ടത്തെ സ്ത്രീകളാണെന്ന് വെച്ചെങ്കിൽ ഓക്കെ, പണ്ടത്തെ സ്ത്രീകൾ പറഞ്ഞാൽ പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത സ്ത്രീകളായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നല്ലോണം പ്രതികരിക്കുന്ന സ്ത്രീകളാണ് എല്ലാവരും, മിക്ക ആൾക്കാരും. അതിൽ 10% ഇല്ലെങ്കിൽ ഇല്ലാതൊക്കെയുള്ളൂ. അപ്പം എന്നിട്ട് എല്ലാം കൊണ്ട് ഈ ചെക്കന്മാർ വിളിക്കുമ്പോഴത്തിന് പോയി സംസാരിച്ച് എല്ലാം ഇതായി ലവായി. പിന്നെ രണ്ടുപേരുടെയും സമ്മതത്തോട് കൂടിയിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടൊക്കെ ഒക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഈ ചെക്കനെ എതിരെ പീഡന കേസിന് ഫയൽ ചെയ്യും. അതൊക്കെ ശരിക്കും മിസ്യൂസ് ചെയ്യാണ് ആളുകൾ. അപ്പോൾ അതുപോലെ ഒരുപാട് കാര്യങ്ങൾ മിസ്യൂസ് ചെയ്യുന്നുണ്ട് സ്ത്രീകൾ. അപ്പം ഇതും അതേ ഒരു സംഗതിയാണ്. ഇതിപ്പോൾ എല്ലാവർക്കും ഡിപ്രഷനും എല്ലാവർക്കും മൂഡ് സ്വിങ്സുമാണ്. ഇപ്പം ഞാനിപ്പോൾ ഒരു വീഡിയോ ഉണ്ട്, നമ്മുടെ ഇതേപോലൊരു ഡിപ്രഷനുള്ള ഈ പ്രസവിച്ച് കിടക്കുന്ന ഒരു പെണ്ണിൻ്റെ ഡിപ്രഷനുള്ളൊരു വീഡിയോ കണ്ടപ്പോൾ എനിക്കും തോന്നി ഞാനും അങ്ങനെയാണോ, എനിക്കും ഡിപ്രഷനാണോ. എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. പെട്ടെന്ന് റിയാക്ട് ചെയ്യും. എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് റിയാക്ട് ചെയ്യും. ഒക്കെ ഇതാണ്. അപ്പം എനിക്ക് ഡിപ്രഷനാണോ? അപ്പം ഇത് ഡിപ്രഷനാണോ എനിക്ക്? അങ്ങനെ തോന്നിപ്പോ. പക്ഷെ എൻ്റെ സ്വഭാവം അങ്ങനെയാണ്. ഇപ്പം ഡിപ്രഷൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ ജനിച്ചപ്പോൾ മുതലേ ഞാൻ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ആളാണ്. പെട്ടെന്ന് ദേഷ്യം വരും, ഒക്കെ അങ്ങനെ തന്നെയാണ്. അതിനിപ്പോൾ ഞാൻ ഡിപ്രഷൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനിയിപ്പോൾ പറയും എല്ലാവർക്കും ഒരേപോലെ അല്ല, ഒരാൾക്ക് അങ്ങനെയാണെങ്കിൽ മറ്റാൾക്ക് ഇങ്ങനെയാണ്, ഒരാൾക്ക് ഇങ്ങനെയല്ല, ഒരാൾക്ക് അങ്ങനെയാണെന്നൊക്കെ പറയും. അത് പ്രസവത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ ഓരോരുത്തർക്ക് വരുന്ന സംഗതികളാണ്, ചിലർക്ക് മാത്രം. അതിപ്പം പൊതുവൽക്കരിച്ചു എന്ന് മാത്രം. അതൊക്കെ ഇപ്പോൾ പൊതുവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയില്ല എന്താണ് ഇതുകൊണ്ടൊക്കെ ഈ ലേഡീസിന് കിട്ടണത് എന്നുള്ളത്. ഇപ്പോൾ ഓരോരോ റീൽസൊക്കെ കാണുമ്പോൾ ഈ ഡേറ്റ് ആയി കഴിഞ്ഞാൽ അപ്പോത്തിന് മൂഡ് സ്വിങ്സ് ആണ് എല്ലാത്തിനും. എനിക്ക് അതിനോടൊന്നും യോജിപ്പില്ല പറഞ്ഞാൽ ഞാനൊരു സ്ത്രീയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയണത് ഇത് എല്ലാവരും ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുകയാണ് ഈ മൂഡ് സ്വിങ്സും ഡിപ്രഷനും. അത് എന്താണ് അതുകൊണ്ട് കിട്ടണമെന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എന്താണ് ഇതിനെ കൊണ്ട് കിട്ടണമെന്നുള്ളത്.
അപ്പോൾ എല്ലാവരും ഏറ്റെടുത്തേക്കുക ഈ മൂഡ് സ്വിങ്സും ഡിപ്രഷനും. ഇതിനൊക്കെ ഒരുപാട് നെഗറ്റീവ് കമൻസ് വരും ലേഡീസിൻ്റെ. അത് എനിക്ക് പ്രശ്നമല്ല. അതെന്താ വെച്ചാൽ ഞാൻ പറയുന്നത് മനസ്സിലാക്കാനുള്ള ബോധം വേണം ഫസ്റ്റ്. ഇപ്പം തന്തല്ലേ എന്നൊക്കെ ചോദിക്കും എൻ്റെ അടുത്ത്. അതൊക്കെ എനിക്കറിയാം. കാരണം ഞാനൊരു ലേഡിയാണ്. ലേഡി ആയതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് എനിക്ക് നല്ലോണം പറയാൻ പറ്റും. ഇപ്പം ഒരുപാട് ആളുകൾ ഇത് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. കുട്ടികളെ വലിച്ചെറിഞ്ഞിട്ടും അപ്പോത്തിന് വരും ആ ഡിപ്രഷനാണ്. കുട്ടികളെ വാഷിംഗ് മെഷീനിലിട്ട് ഇതാക്കിയിട്ടും അത് ഡിപ്രഷനാണ് പറയും. ഡിപ്രഷൻ ഉണ്ടാവും, ചിലരിൽ മാത്രം ഉണ്ടാവും ഡിപ്രഷൻ. അല്ലാണ്ട് എല്ലാവരിലും ഡിപ്രഷൻ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല എല്ലാവരിലും ഡിപ്രഷൻ ഉണ്ടാവും. കാരണം ഞാനൊരു ലേഡിയാണ്, അതുകൊണ്ട് തന്നെ ദേഷ്യം ഇപ്പം എല്ലാവർക്കും ഉണ്ടാവും. അതിന് ഡിപ്രഷനായിട്ട് കണക്കൂട്ടാണ് ഇപ്പം എല്ലാവരും. മനസ്സിലായോ? അപ്പം അത്രയൊക്കെ പറയാനുള്ളൂ. ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത് ചിലരിൽ മാത്രം ഉണ്ടാവുന്ന സംഗതിയാണ്. പക്ഷെ അതിപ്പം ഇന്ന് ലേഡീസ് മൊത്തം ഏറ്റെടുത്തിട്ടുണ്ട്. എനിക്ക് ഡിപ്രഷനാണ്, എനിക്ക് മൂഡ് സ്വിങ്സ് ആണ് തന്നെ. ഇതിനു മുമ്പും ഈ സംഗതികളൊക്കെ ഉണ്ട് എന്നുള്ളത് ആലോചിക്കുമ്പോഴാണ് സത്യം പറയണത്. എനിക്കിതിനോടൊന്നും യാതൊരു യോജിപ്പില്ല. അതൊക്കെ മിസ്യൂസ് ചെയ്യാണ് കൂടുതലും ലേഡീസ്.